തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് SFI യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. ആർ റോഷിപാൽ, ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്ക് മർദ്ദനം, പിന്നീട് സുഹൃത്തിന് ഹോസ്റ്റൽ മുറിയിൽ മർദ്ദനം, അതിലെല്ലാം ഉൾപ്പെട്ടത് SFI യൂണിറ്റ് കമ്മിറ്റിയിൽപ്പെട്ടവരാണ്, യൂണിറ്റ് ഭാരവാഹികൾ അടക്കമാണ്. ഇപ്പോൾ ഈ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിലാണോ ഈ പിരിച്ചുവിടൽ? സുജയ, ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ SFI യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റി, പാർട്ടി ജില്ലാ കമ്മിറ്റി ഇന്ന് ഫ്രാക്ഷൻ ചേർന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് ജില്ലാ കമ്മിറ്റി ഫ്രാക്ഷൻ ചേർന്നത്. ആ ഫ്രാക്ഷനിലാണ് ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള തീരുമാനമെടുത്തത്. ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സാഹചര്യമായിരുന്നു. ഇടിമുറിയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി മർദ്ദിച്ചത്. അതിന് തൊട്ടു പിന്നാലെ അവിടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത്, ഇത് പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയ സംഭവം, അങ്ങനെ തുടങ്ങിയ വലിയ സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മർദ്ദനത്തിന് പിന്നാലെ തുടർച്ചയായി ഭീഷണി, ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭീഷണികളും വീണ്ടും മർദ്ദനമുണ്ടാകുന്ന ഭയമടക്കമുണ്ടായിരുന്നു വിദ്യാർത്ഥിക്ക്. ഈ ഒരു സാഹചര്യത്തിൽ അത് SFI CPM നേതൃത്വം വരെ ഈ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ വിവാദത്തിന് വഴിവെച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ പാർട്ടി തലത്തിൽ ഒരു നടപടിക്ക് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് പാർട്ടി തന്നെ ഒരു പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ അത് ഈ യൂണിവേഴ്സിറ്റി കോളേജ് SFI യൂണിറ്റ് ഭാരവാഹികൾ ഇതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിടാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൽ പുതിയ കമ്മിറ്റിക്ക് ചുമതല നൽകിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. സുജയ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. നമ്മൾ തുടർച്ചയായി ഈ വിഷയത്തിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സാഹചര്യം, അതിനുശേഷം അതിൽ നടപടിയെടുക്കാൻ കോളേജ് മടിക്കുന്നത്, അതെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ സുഹൃത്തിനെ ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നത്. ഇതൊരു തുടർച്ചയാണ്. അതിന് കൃത്യമായി SFIക്കാരായ ആ കുട്ടികൾക്ക് വരെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് തിരിച്ചറിഞ്ഞാണോ നടപടി? സുജയ, ഇതുതന്നെയാണ് കാരണം. SFI യൂണിറ്റ് ഭാരവാഹികളുടെ മർദ്ദനമേറ്റ ആ വിദ്യാർത്ഥി, ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി, അത് പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. നാട്ടിൽ DYFIയുടെ പ്രവർത്തകനാണ്. പാർട്ടി അനുഭാവിയും സജീവ പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. CPM പ്രവർത്തകർക്ക് പോലും SFI പ്രവർത്തകരുടെ മർദ്ദനമേൽക്കുന്നു. SFI നേതാക്കളുടെ മർദ്ദനം യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നേരിടേണ്ടി വരുന്നു എന്ന സാഹചര്യമാണ് ആ പാർട്ടിയെ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ഭിന്നശേഷിക്കാരനായ ആ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ വലിയ ഭീഷണിയും തുടർച്ചയായി ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഒപ്പം നിന്ന വിദ്യാർത്ഥികൾക്ക് പോലും പിന്നീട് ക്യാമ്പസിൽ തുടർച്ചയായ ഭീഷണി നേരിടുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ സംഭവത്തിൻ്റെ പേരിൽ 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ SFI ആ തരത്തിലൊരു നടപടിയിലേക്ക് പോയിരുന്നില്ല. പക്ഷേ പാർട്ടി അത് ഗൗരവത്തോടെ തന്നെ കണ്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അവരെ കുറ്റക്കാരാണെന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റിക്ക് അതിൽ വലിയ തെറ്റ് സംഭവിച്ചു, അവർ അതിൽ പ്രതികളാണ്, കുറ്റക്കാരാണെന്ന് CPM നേതൃത്വം തന്നെ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേർന്ന CPMൻ്റെ ജില്ലാ ഫ്രാക്ഷൻ, SFI ഫ്രാക്ഷൻ ചേർന്നുകൊണ്ടാണ് ഈ കടുത്ത നടപടിയിലേക്ക്, സംഘടനാ തലത്തിലുള്ള കടുത്ത നടപടിയിലേക്ക് പോകുന്നത്. മാത്രവുമല്ല, ഈ വിദ്യാർത്ഥിയുടെ പ്രദേശത്ത് അടക്കമുള്ള സമ്മർദ്ദമുണ്ട്. കാരണം ആ പ്രദേശത്ത് വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായ SFI പ്രവർത്തകൻ, ആ SFI പ്രവർത്തകന് പഠിക്കുന്ന ഇടത്ത് ഉണ്ടായി ക്രൂരമായ വേട്ടയാടൽ, അതിൽ വലിയ പ്രതിഷേധം പാർട്ടി അനുഭാവികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ CPM നേതൃത്വം SFI യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടുന്ന ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. സൂര്യ, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.